എല്ലാവർക്കും അവർ ഫാമിലി ട്രഷേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു വെറൈറ്റി ഡിഷുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. നമ്മളുടെ ഉണക്ക കപ്പ വെച്ചിട്ട് ഒരു സൂപ്പർ ഡ്യൂപ്പർ ഡിഷാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു മധുര കപ്പയാണ് ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത്. ഒരു നല്ല കാഞ്ഞിരപ്പള്ളി കപ്പയാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് നല്ല പൊടിയുള്ള നല്ല ടേസ്റ്റുള്ള കപ്പയാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത ഉണക്കക്കപ്പ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ ഈ ജങ്ക് ഫുഡൊക്കെ കഴിച്ച് ഹെൽത്തൊക്കെ പോയിരിക്കുന്ന നമ്മളുടെ കുഞ്ഞുങ്ങൾക്കും അതുപോലെ തന്നെ നമുക്കും ഇത് വളരെയധികം ഇഷ്ടപ്പെടും. ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പം ഈ വീഡിയോയിലേക്ക് നമുക്ക് പെട്ടെന്ന് പോകാം. ഞാനിവിടെ ഒരു 500 ഗ്രാം കപ്പ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതായത് 1/2 കിലോ കപ്പ. അത് ഒരു 6 മണിക്കൂറോളം നേരം വെള്ളത്തിലിട്ട് കുതിർത്താണ് കേട്ടോ. എന്നിട്ട് അതിൻ്റെ വലിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഒടിച്ച് കൊടുക്കണം നമുക്ക്. എന്നിട്ട് നമ്മൾ അതൊരു കുക്കറിലാണ് വേവിക്കുന്നത്. കാരണം ഇതിന് കുറച്ചൊരു വേവ് അധികമുള്ള കപ്പ ആയതുകൊണ്ടാണ് ഞാൻ കുക്കറിൽ വേവിക്കുന്നത്. വേവ് കുറവുള്ളതാണെങ്കിൽ സാധാരണ കലത്തിലൊക്കെ വേവിച്ചാലും മതിയാവും കേട്ടോ. അപ്പോൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നു. പിന്നെ വേവ് അധികമുള്ള കപ്പ ആയതുകൊണ്ട് കുറച്ച് നല്ലപോലെ വെള്ളം വേണം. കപ്പയെ കഴിഞ്ഞും കുറച്ച് മുകളിൽ വെള്ളം നിൽക്കത്തക്ക വിധത്തിൽ ഒഴിച്ചു കൊടുക്കണം. കപ്പയിൽ നല്ലോണം ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു സമയത്ത് തന്നെ കുറച്ചൊരു ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ഉപ്പിടേണ്ട ആവശ്യം വരില്ല, അധികം വേണ്ട, കുറച്ചൊരു പാകത്തിന്. എന്നിട്ട് നമ്മൾ ഒരു വിസിൽ വന്നതിന് ശേഷം ഒരു 10 മിനിറ്റോളം നേരം ഫ്ലെയിം സിമ്മിലിട്ട് വേവിക്കണം. അപ്പം വിസിൽ കുറേ അങ്ങ് അടിച്ച് കളയുന്നതിലല്ല കാര്യം, നമ്മൾ ആ സിമ്മിലിട്ട് വേവിക്കുമ്പോഴാണ് നന്നായിട്ട് അതിൻ്റെ ഉള്ളൊക്കെ വെന്ത് കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെയൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം. ഒരു 2 ഇൻഗ്രീഡിയൻറ്റ് കൂടി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു 1/2 മുറി തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ചൊരു 100 ഗ്രാം ശർക്കര ഒന്ന് കത്തി വെച്ച് ഇങ്ങനെ ചിരകി എടുത്തിട്ടുണ്ട്. അപ്പം അതും കൂടി നമ്മൾ ഇത് വെന്ത് കഴിഞ്ഞ് ചേർക്കുന്നുണ്ട്. നമ്മുടെ കപ്പയെല്ലാം ഇവിടെ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അതിൽ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞ് നമുക്ക് പെട്ടെന്ന് നമ്മളുടെ റെസിപ്പിയിലേക്ക് കിടക്കാം. ഭയങ്കര സിമ്പിളാണ് കേട്ടോ, ഒന്നും ചെയ്യാനില്ല. ഞാൻ പാനൊന്ന് അടുപ്പത്ത് വെച്ചിട്ട് കപ്പ ഇടുന്നു എന്നുള്ളൂ. വേണമെങ്കിൽ പാൻ അടുപ്പത്ത് വെക്കാതെ തന്നെ മിക്സ് ചെയ്യാം. നമ്മൾ അന്നേരം തന്നെ ഉപയോഗിക്കുന്നതാണെങ്കിൽ അതിലോട്ട് നമ്മൾ ആ ചിരകി വെച്ചിരിക്കുന്ന ശർക്കര ഇടുക. ഇനി ശർക്കര ഇഷ്ടമില്ലാത്തവർ, അല്ലെങ്കിൽ മധുരം ഈ ഒരു ഇതിന് ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. പിന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനാണ് ഇങ്ങനെ കൊടുത്താൽ അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. അപ്പോൾ ശർക്കര ആവശ്യത്തിനിടുക. പിന്നെ അതിന് ശേഷം നമ്മൾ തേങ്ങയും കൂടി ഇടുന്നു. വേറെ ഒന്നും ചെയ്യാനില്ല. പിന്നെ ചിലരൊക്കെ ചെറിയ ഉള്ളി ഇങ്ങനെ നെയ്യിൽ വറുത്തോ വെളിച്ചെണ്ണയിൽ വറുത്തോ ഒക്കെ ഇടാറുണ്ട്. വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ കുറച്ച് കറിവേപ്പില ഇടാം, അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അതുപോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിൽ 3 ബെൽസ് വരും. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കണം. അപ്പോൾ മാത്രമേ ഞങ്ങളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളുടെ കമൻസൊക്കെ പ്രത്യേകം അറിയിക്കണം. നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം കേട്ടോ. അപ്പം നെക്സ്റ്റ് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് കാണാം. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. പരസ്പരം നമുക്ക് പ്രാർത്ഥിക്കാം. താങ്ക് യു, ബൈ.